السلام عليكم ورحمة الله. الحمد لله وحده والصلاة والسلام على من لا نبي بعده ومن تبعهم بإحسان إلى يوم الدين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏകദൈവ വിശ്വാസം ഉൾക്കൊള്ളുകയും അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവനോട് ഒന്നിനെയും പങ്കു ചേർക്കാതെ ജീവിക്കുക എന്നുള്ളത് മരണം വരെ നിർബന്ധമുള്ള കാര്യമാണ്. അതിനെതിരായി അള്ളാഹുവിൽ പങ്കു ചേർത്ത് ജീവിക്കുക എന്നുള്ളത് വളരെ തെറ്റായ നരകം ലഭിക്കുന്ന പ്രവർത്തനവുമാണ്. എന്നാൽ നോക്കൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സംഭവിച്ച ഒരു സംഭവം ഉഖ്ബത്ത് ബിൻ ആമിർ അൽ ജുഹനി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരിക്കൽ ഒരു സംഘം ആളുകൾ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്ന ആ 10 പേരിൽ 9 പേരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടമ്പടി ചെയ്തു. എന്നാൽ ഒരാളോട് ഉടമ്പടി ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടമ്പടി ചെയ്യാതെ വിട്ടുനിന്നു. അപ്പോൾ അവർ ചോദിച്ചു, നബിയെ, അങ്ങ് 9 പേരോട് ഉടമ്പടി ചെയ്തല്ലോ, ഒരാളെ മാത്രം ഉപേക്ഷിച്ചു, അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി ഇതായിരുന്നു: അയാൾ ഏലസ് ധരിച്ചിട്ടുണ്ട്, ഇന്ന അലൈഹി തമീമ, അയാൾ ഏലസ് ധരിച്ചിരിക്കുന്നു എന്ന് പറയുകയും എന്നിട്ട് ഫഅദ്ഖല യദഹു ഫഖതഅഹ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളുടെ വസ്ത്രത്തിന്റെ ഉള്ളിലൂടെ കൈ ഇട്ടിട്ട് ആ ഏലസ് പൊട്ടിച്ചു കളയുകയും ചെയ്തു. എന്നിട്ട് അതിന് ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹവുമായി ഉടമ്പടി ചെയ്തു എന്നാണ്. അപ്പോൾ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും ഏലസ് ധരിച്ചാൽ അവൻ അള്ളാഹുവിൽ പങ്കു ചേർത്തിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവരോട് മാത്രം പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ഏകദൈവ വിശ്വാസികളാകുമ്പോൾ ആ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് എങ്കിൽ പിന്നീട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിക്കെതിരായ ഒരു പ്രവർത്തനവും നമ്മിൽ നിന്ന് വന്നു പോകാൻ പാടില്ല. പ്രത്യേകിച്ച് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഷിർക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാനേ പാടില്ല എന്നുള്ളതാണ്. ജാഹിലിയ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഏലസ് ധരിക്കുക എന്നുള്ളത്. ആ ജാഹിലിയ വിശ്വാസത്തിൽ നിന്നും മുഴുവൻ വിശ്വാസികൾ വിട്ടുനിൽക്കണം എന്ന അതിയായ ആഗ്രഹം ഉള്ള ആളായിരുന്നു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിച്ച് അള്ളാഹു അനുവദിച്ച മാർഗങ്ങളിലൂടെ മാത്രമേ ഉപകാരം പ്രതീക്ഷിക്കാനും ഉപദ്രവങ്ങൾ തടയാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ. അഭൗതിക മാർഗത്തിൽ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ജിന്നുബാധ, കണ്ണേറ്, സിഹർ, രോഗബാധ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഏലസ്, അതുപോലെ തന്നെ മന്ത്രവാദം മുതലായ സ്വീകരിക്കൽ ജാഹിലിയ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് ബഹുദൈവവിശ്വാസികളുടെ പ്രവർത്തനവുമാണ്. അതുകൊണ്ട് മന്ത്രവാദത്തിന്റെ പേരിൽ ഇസ്ലാം പഠിപ്പിച്ച മന്ത്രങ്ങൾ നിഷേധിക്കൽ പ്രമാണ നിഷേധവും മതനിഷേധവുമാണ്. ഇസ്ലാം പഠിപ്പിച്ച മന്ത്രങ്ങളുടെ മറവിൽ നടത്തുന്ന എല്ലാ മന്ത്രവാദങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരവും ഷിർക്കുമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ നമ്മൾ പ്രത്യേകം തയ്യാറാവുക. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൽ മാത്രം അർപ്പിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു പറഞ്ഞല്ലോ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, തന്റെ ദാസന് അള്ളാഹു മതിയായവനല്ലേ എന്ന് സൂറത്തുൽ സുമറിലെ 36-ാം വചനം പഠിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല, അവന് പുറമെയുള്ളവരെ പറ്റി അവർ നിന്നെ പേടിപ്പിക്കുന്നു. വല്ലവനെയും അള്ളാഹു വഴികേടിലാക്കുകയാണെങ്കിൽ അവന് വഴികാട്ടുവാൻ മറ്റാരുമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാൻ 58-ാമത്തെ ആയത്തിൽ പറയുന്നത് കാണാം, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂതു വസബ്ബിഹ് ബിഹംദിഹി, ഒരിക്കലും മരിക്കാതെ ജീവിച്ചിരിക്കുന്നവനെ നീ ഭരമേൽപ്പിക്കുക, അവരെ സ്തുതിക്കുന്നതോടൊപ്പം പ്രകീർത്തിക്കുകയും ചെയ്യുക. വകഫാ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറ, തന്റെ ദാസന്മാരുടെ പാപങ്ങളെപ്പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനായിട്ട് അവൻ തന്നെ മതിയായവനാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ റബ്ബിന് ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ സംഭവിക്കാതെ, ഒരിക്കലും ഷിർക്കൻ പ്രവർത്തനങ്ങൾ വന്നു പോകാതെ നാം അതിയായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരെങ്കിലും ഒരാൾ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവനായിക്കൊണ്ട് യഥാർത്ഥ വിശ്വാസവും ഈമാനും ഇഖ്ലാസും ഉൾക്കൊണ്ടുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗം ലഭിക്കുമെന്നാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ രൂപത്തിൽ യഥാർത്ഥ മുവഹ്ഹിദുകളായി തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മരണം വരെ ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാനുള്ള മഹത്തായ ഭാഗ്യം ലഭിക്കുന്നവരെ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക,
കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. Peace Radio. Tune to reality.